जय राधा माधव कुंज विहारी जय गोपी जन वल्लभा गिरिवरधारी यशोदनंदन व्रज जन रंजन 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 यमुना तीरावनचारी यमुना तीरावनचारी जय राधा माधव कुंज विहारी जय गोपी जन वल्लभ गिरिवरधारी यशोदनंदन व्रज जन रंजन 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 यमुना तीरावनचारी यमुना तीरावनचारी जय राधा माधव कुंज विहारी जय राधा माधव कुंज विहारी हरे कृष्ण എല്ലാ ഭക്തജനങ്ങളെയും ചൈതന്യ തിരുനാമ പരിണാമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെ പാതാരബന്ധങ്ങൾ പ്രണമിക്കുന്നു. എൻ്റെ ദീക്ഷാഗുരുക്കളുടെയും ദീക്ഷാഗുരുവിൻ്റെയും പാതാരബന്ധം പ്രണമിച്ചുകൊണ്ട് നമുക്ക് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃതം ആദ്യ ലീല ചാപ്റ്റർ 4 ശ്ലോകം 66. അത് ടൈറ്റിൽ ശ്രീ ചൈതന്യ അവതാരത്തിൻ്റെ രഹസ്യകാരണം. जय जय श्री चैतन्य जय नित्यानंद जय जय सद्या जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 जय गौर हरि बोल हरि बोल हरि बोल नित्य गौर हरि बोल. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദ്യ ലീല ചാപ്റ്റർ 4 അധ്യായം 4 ശ്ലോകം 66. ശ്രീ ചൈതന്യ അവതാരത്തിന്റെ രഹസ്യ കാരണങ്ങൾ. ശ്ലോകം 66. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദീയതേ തത്ര പുമാൻ അപാവൃതഃ സത്വേ ച തസ്മിൻ ഭഗവാൻ വാസുദേവോ അദോക്ഷജേ മേ മനസാ വിധീയതേ. വിവർത്തനം. പരമദിവ്യോത്തം പുരുഷനായ ഭഗവാൻ യാതൊരു ആവരണവുമില്ലാതെ വെളിപ്പെടുന്ന വിശുദ്ധ സത്വം
വാസുദേവ തത്വം എന്ന് വിളിക്കുന്നു. ഈ വിശുദ്ധ അവസ്ഥയിൽ അദോഷനെന്നും വാസുദേവനെന്നും അറിയപ്പെടുന്ന അവിടുന്ന് എൻ്റെ മനസ്സിൽ അനുഭവവേദ്യമാവുന്നു. ഈ ശ്ലോകമാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഇതിൽ പറയുന്നത്, അതായത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ യാതൊരു ആവരണവുമില്ലാതെ വെളിപ്പെടുന്ന വിശുദ്ധ തത്വാവസ്ഥയെ വാസുദേവ തത്വം എന്ന് പറയുന്നു. അപ്പം ഈ വിശുദ്ധ അവസ്ഥയിൽ അദോക്ഷത്തിനെന്നും വാസുദേവനെന്നും അറിയപ്പെടുന്ന അവിടുന്ന് എൻ്റെ മനസ്സിനെ അനുഭവവേദ്യമാകും. ഇത് എന്താ ശുദ്ധ സത്വം, നമ്മൾ അതിനെപ്പറ്റിയാണ് കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞത്. നമ്മളിത് പറയുന്നത് ഇന്നത്തെ ശ്ലോകത്തിൽ അത് തന്നെയാണ് എടുത്ത് കൂടുതൽ അതിൻ്റെ എന്താണ് കുറേ കൂടെ നമുക്കത് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പം ആക്ച്വലി ഈ ശ്ലോകം എന്ന് പറയുന്നത് നാലാമത്തെ ശ്രീമദ് ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകമാണ്. ഇത് ഭഗവാൻ മഹാദേവൻ അതാണ് സതീദേവിയായിട്ടുള്ള സംവാദത്തിൽ പറയുന്ന ശ്ലോകമാണ്. അപ്പോൾ അദ്ദേഹം വിവരിക്കുന്നതാണ് ഭഗവാന്റെ ഈ ശുദ്ധ സത്വത്തെ പറ്റി സതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതാണ് ഈ ശ്ലോകം. ഇത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കലിയുഗത്തിൽ എല്ലാവരുടെയും ജനറലായിട്ടുള്ള സ്റ്റേറ്റസ് എന്ന് പറയുന്നത് തതോ രജോ തമോ ഭാവ കാമലോഭ ഏവ അവസ്ഥ. ശ്രീമദ് ഭാഗവതം നമ്മൾ 1-ാമത്തെ സ്കന്ധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്. അതിനകത്ത് കലിയുഗത്തിലെ ആൾക്കാരുടെ ജനറൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാ തതോ രജോ തമോ ഭാവ കാമലോഭ ഏവ ചേത ഏത അനാവൃത്തം സ്ഥിരം സത്വ പ്രസിദ്ധതി. അപ്പം കലിയുഗത്തിലെ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലെ ആൾക്കാരുടെ, എസ്പെഷ്യലി കലിയുഗത്തിൽ ജനറൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ജനറലായിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? രജോ തമോ ഭാവമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കൃഷ്ണാബോധത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരാൾക്കാരോട് സംസാരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാകുന്നതാണ്. ആൾക്കാരെ ട്രീറ്റ് ചെയ്യുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ ഭക്തിയുത സേവനത്തിന് ആൾക്കാരെയൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ നമുക്കത് വളരെ പ്രകടമാകുന്ന ഒരു സത്യമാണിത്. കാരണം 95% അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിലും എന്താണ് ഈ ഒരു സ്റ്റേറ്റസ് ആണ്. ജനറൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, രജോ തമോ ഭാവമാണ്. അപ്പം അതിൻ്റെ ബ്രൈറ്റ് പ്രോഡക്റ്റാണ് കാമലോഭ മോഹ മത മത്സരങ്ങൾ. ഇതിലാണ് ഈ ഭൗതിക ലോകം തന്നെ നമ്മൾ കാണുന്ന ഒരു സാധാരണ ഒരു സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ ഇതാണ്. ചെയ്ത ഏതാ അനാവൃത്തം. പക്ഷെ നമ്മളെ അതിനെ അതിജീവിച്ചിട്ട് ഈ തമോ രജോ ഭാവത്തെ നമ്മൾ അതിജീവിച്ച സത്വഗുണത്തിൽ നിന്ന് എന്താണ് സ്ഥിരം സത്വേ പ്രസിദ്ധതി, സ്ഥിരമായിട്ടുള്ള സത്വഗുണത്തിലേക്ക് വരണം. അതായത് ഈ സ്ഥിരം സത്വം എന്ന് പറയുന്നത് അതീന്ദ്രിയ ഗുണത്തിലേക്ക് വരണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിൻ്റെ ആ സവിശേഷതയെ പറ്റിയാണ് ഇവിടെ മഹാദേവൻ സതീദേവിയോട് പറയുന്ന ആ ശ്ലോകമാണ് ഇതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പർപ്പത്ത് പ്രഭാദേവ് പറയുന്നത്. അതായത് സതീദേവിയുടെ പിതാവായ ദക്ഷനെ വിഷ്ണുവിൻ്റെ എതിരാളിയായ നിലയിൽ പരമശിവൻ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തെ താൽ പറയപ്പെട്ട ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകം എന്ന് പറഞ്ഞാണ് പ്രഭാത് അതിനകത്ത് പറഞ്ഞത്. ഇത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമവും ഗുണലീലകഥകളും തമ്മിൽ യാതൊരു വ്യത്യാസവും, ഇതെല്ലാം അതീന്ദ്രിയ തലത്തിൽ നിലനിൽക്കുന്നതാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതെല്ലാം എന്ന് പറയുന്നത് അവിടുത്തെ അന്തരംഗ ശക്തിയിൽ നിലകൊള്ളുന്ന ഈ ശ്ലോകം നിസ്സംശയം അത് സ്ഥിരീകരിക്കുന്നതാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ദക്ഷൻ മഹാദേവനോട് ഈ രീതിയിലൊക്കെ പെരുമാറിയിട്ടും അദ്ദേഹം വളരെ എന്താണ് ഈ ഇതൊന്നിലും വശംബദ്ധനാകാതെ അദ്ദേഹം വളരെ ശാന്തനായിട്ട് നിന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞതാണ്. അപ്പം ആ അതീന്ദ്രിയ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിജീവിച്ച്, അതാണ് നമ്മുടെ സ്ഥിരം സത്വ പ്രസിദ്ധതി. ചെയ്ത ഏതാ അനാവൃത്തം. നമ്മുടെ
ചേതന എന്ന് പറയുന്നു. നമുക്കറിയാം ചേതന എന്ന് പറയുന്നത് എന്താണ്? അത് ഭൗഗീതിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്താണ്? ഇന്ദ്രിയാണി പരന്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ പരസസ്തു മനോബുദ്ധിയവും ബുദ്ധി പരസസ്തു സഹ. എന്താണ് ചേതന, അല്ലെ എന്താണ് ആത്മാവ്? അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പൊ ചേതനയുടെ അസ്തിത്വമാണ് ഏത് അതീന്ദ്രിയാവസ്ഥ എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിലെല്ലാം പറയുന്നത്. അത് അതീന്ദ്രിയ ലോകത്തിൽ അതിൻ്റെ എന്താണ്, അത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നു. ഭൗതിക ലോകത്തിൽ ഇത് ആവരണം ചെയ്യപ്പെടുന്നു. അതാണ് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ആവരണം ചെയ്യുമ്പോൾ ഇത് മലിനപ്പെടുന്നു. അപ്പൊ അങ്ങനെയാണ് ആൾക്കാർ യഥാർത്ഥത്തിൽ ഭഗവാനെ മനസ്സിലാകാതെ, അല്ലെങ്കിൽ വ്യത്യസ്ത വ്യത്യസ്ത രൂപങ്ങളിൽ അവർ, അതാണ് നമ്മൾ ഈ പറഞ്ഞ ഡിഫറൻ്റ് കാറ്റഗറീസ് പോലെ, എന്താണ് അവ്യക്തവാദികൾ എന്ന് പറയുന്നത്, ഇംപേഴ്സണലിസ്റ്റ്, വോയിഡിസ്റ്റ്, അതുപോലെ തന്നെ ശൂന്യവാദി, പ്രവാദം, എപ്പോഴും അവരെയൊക്കെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാറ്. കാരണം എന്താണ്, ഈ അവരുടെ ഒറിജിനൽ ചേതന എന്താണ് ആവൃതം ചെയ്യുമ്പോഴാണ് ഈ രീതിയിലൊക്കെ അവർ വ്യത്യസ്തമായ തലത്തിൽ ചിന്തിക്കുന്നത്. പക്ഷേ ഭഗവാന്റെ അങ്ങനെയുള്ള ഭഗവാന്റെ അതാണ് അതിനകത്ത് പറയുന്നത്, ശബ്ദം വിശുദ്ധം വസുദൈവ ശബ്ദം. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും വിശുദ്ധമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കലികാലത്തിൽ എന്താണ് നമ്മൾ ഭഗവാന്റെ നാമം, കാരണം ഭഗവാൻ ആ നാമരൂപത്തിലാണ് അവതരിച്ചത്. നാമചിന്താമണി രൂപം. കലികാലത്തിൽ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ചിന്താമണി നാമരൂപമാണ്. അതെങ്ങനെയാണ്? ചിന്താമണിയാണ്, സെൽഫ് പൊട്ടൻ്റാണ്. ആ രൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. അതാണ് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു. ഇത് നമ്മൾ മനസ്സിലാക്കണം. നാമ ചിന്താമണി രൂപം ചൈതന്യ രസവിഗ്രഹം. അപ്പൊ ആ നാമം നമ്മൾ ചൊല്ലുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ആ ബോഡിയിലെ അറ്റാച്ച്മെന്റ്, അല്ലെ ശരീരമല്ല, ആത്മീയ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. കാരണം എന്താണ്? ശബ്ദം വിശുദ്ധം വസുദേവ ശബ്ദം. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും വിശുദ്ധമാണ്. അപ്പൊ ആ നാമം നമ്മൾ ചൊല്ലി ശ്രവിക്കുന്ന മാത്രയിൽ തന്നെ എന്താണ് നമുക്ക് ആ രസം, ചൈതന്യ രസ വിഗ്രഹം ഈസ് എന്താണ് കംപ്ലീറ്റ് റിസയർ ഓഫ് ദിസ് എന്താണ് രസ ഭഗവാൻ എന്ന് പറയുന്നത്. അതീന്ദ്രിയ ആനന്ദമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ അതീന്ദ്രിയ രസത്തിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ ഈ നാമം, ആ വിശുദ്ധമായിട്ടുള്ള നാമം ചൊല്ലി നമ്മൾ ഈ ഭൗതിക പ്രകൃതിയുടെ ഹലോ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതിജീവിക്കുമ്പോഴാണ് സ്ഥിരം സത്തേ പ്രസിദ്ധത. ഇപ്പം തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിനെ സത്വഗുണത്തിലും സത്വഗുണത്തിൽ നിന്നും അതീന്ദ്രിയ ഗുണത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഇത് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുവരെ നമുക്ക് ആ ആവരണം ഉണ്ട്. നമ്മൾ ഈ 3 സ്റ്റേജിലും നമുക്ക് ആവരണമുണ്ട്. അപ്പൊ നമ്മൾ പ്രഭാത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ആവരണം എന്ന് പറഞ്ഞാൽ എന്താ, ഈ കവറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഈ കണ്ടാമിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മളെ ഈ 3 ഗുണങ്ങളെ എന്ന് പറയുന്നത് ഒന്നെന്താണ്, ഒന്ന് എന്താണ് അയൻ ചങ്ങല എന്ന് നമ്മൾ പറയും. അടുത്തതിനെ നമ്മൾ എന്താണ് വെള്ളിച്ചങ്ങല എന്ന് പറയും. സത്വഗുണത്തെ സ്വർണ്ണച്ചങ്ങല എന്ന് പറയും. പക്ഷെ ഇതിന്റെ എല്ലാ ഉപയോഗം എന്താണ്? ഇതിന് 3ന്റെ ഉപയോഗം എന്താണ്? നമ്മളെ ബന്ധനസ്ഥനാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് നമ്മൾ നോക്കുമ്പോൾ തമോ ഗുണം എന്ന് പറയുമ്പോൾ നമ്മളെ എന്താണ് കംപ്ലീറ്റ് ബോണ്ടേജ്, അല്ലേ, നമ്മളെ അത് ഇത് ചെയ്യുന്നതാണ്. അതിനേക്കാൾ കുറെ കൂടെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബൈൻഡിങ് ആണ് ഇത് രജോ ഗുണത്തിലുള്ള ബൈൻഡിങ്. അതാണ് വെള്ളിച്ചങ്ങല. പ്രഭാത് പറയുന്നതാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ബന്ധനത്തിന്റെ രീതി നമുക്ക് മനസ്സിലാകും. ഇരുമ്പല്ല വെള്ളി എന്ന് പറയുന്നത്, വെള്ളിയല്ല സ്വർണം. ഇതാണ് ആ വ്യത്യാസം എന്ന് പറഞ്ഞത്. പക്ഷെ 3ന്റെ ഉപയോഗം എന്താണ്? ബന്ധനമാണ്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഈ 3 ബന്ധനങ്ങളെയും നമ്മൾ അതിജീവിച്ച് സ്വതന്ത്രമാകണം, പൂർണ്ണ സ്വതന്ത്രനാണ്. അതാണ് സ്ഥിരം സത്യ പ്രസിദ്ധത എന്ന് പറയുന്നത്. അത് സാധ്യമാകുന്ന എപ്പോഴാണ്? ഭഗവാന്റെ ഈ വിശുദ്ധ ശബ്ദം നമ്മൾ ചൊല്ലി ശ്രവിക്കുന്ന മാത്രയിലാണ്. അന്നേരമാണ് ഇത് നമുക്ക് മാറ്റം സംഭവിക്കുന്നത്. നോക്ക്, നമ്മുടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇത് ഭഗവാന്റെ വേറെ ഒരു അവതാരത്തിലും ഇത്രയും
ആത്മീയ ആനന്ദം ആസ്വദിച്ച ഒരു അവതാരം വരെ ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത്. നമോ മഹാവതന്യായ കൃഷ്ണ പ്രേമ പ്രധാനേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ ഗൗരത്തേക്ക് നമ. അതാണ് ഗൗരംഗ മഹാപ്രഭുവിന്റെ അവതാരം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശം തന്നെ എന്താണ്? എല്ലാവരെയും അതീന്ദ്രിയ ആനന്ദത്തിൽ എന്താണ് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവതരിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ രാധാഭാവത്തിൽ അദ്ദേഹം അവതരിച്ചതിന് വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ നേരത്തെ നമ്മൾ ഇത്രയും ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു വന്ന 3 അതീന്ദ്രിയ ലോകത്തിലെ ആ 3 അസ്തിത്വം, അതിലെ എന്താണ് സന്ധിനി, സംവീതി ആൻഡ് ആഹ്ലാദി. ആഹ്ലാദ അവതാരമാണ് ആക്ച്വലി ചൈതന്യ മഹാപ്രഭു. അപ്പൊ ആ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശം നോക്കും. ലോകത്തിലെ നോക്കും, എത്രയോ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും അതെല്ലാ ഭക്തന്മാരെ ഇറസ്പെക്റ്റീവ് അവരുടെ ലാംഗ്വേജ് അതൊന്നും കണക്കിലെടുക്കാതെ ലോകത്തിലെല്ലാം ശരി, അമേരിക്കയിലായാലും ശരി, ബ്രിട്ടനിലായാലും ശരി, ഹരേ കൃഷ്ണ. ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? അത് ആര് ഹരിനാമം ചൊല്ലി അത് ശ്രവിക്കുന്നു, അവരുടെ ഈ ആവരണങ്ങളെല്ലാം മാറും. സോ ദേ ഫ്രീ ഫ്രം ഓൾ ദെയർ എന്താണ് ഈ ബോണ്ടേജ്. അവര് ശരിക്കുമുള്ള എന്താണ് സ്ഥിരം സത്ത പ്രസിദ്ധിയിലേക്ക്, ആ സ്ഥിരം സത്ത ഗുണത്തിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവര് അത് അവരുടെ ബോഡിയിൽ തന്നെ നമുക്ക് പ്രകടമാണ്. ശരിക്കുള്ള നാമസങ്കീർത്തനം, ഈ നഗരസങ്കീർത്തനമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാതെ അത് വളരെ നമുക്ക് പ്രകടമാകുന്നതാണ്. അവര് ശരീരമൊന്നും അതായത് അവരുടെ ആ ആനന്ദ ലഹരിയിൽ അവർ ആനന്ദം ചെയ്യുന്ന നമുക്ക് ലോകത്തിലെ മെയിൻ സിറ്റീസ്. അതിന്റെ അർത്ഥം എന്താണ്? അവർ എല്ലാ ക്ലച്ചസും ഈ പറഞ്ഞിട്ടുള്ള തമോ രജോ സത്വ ഇതിനെ 3നെ ഓവർകം ചെയ്ത് ആ സ്ഥിരം സത്വ ഗുണത്തിലേക്ക് വന്നുകൊണ്ട് അവർക്ക് അങ്ങനെ ഈ പൊതുസ്ഥലങ്ങളിൽ ഈ രീതിയിലുള്ള ആനന്ദ പ്രകടനം അല്ലെങ്കിൽ ആനന്ദ നൃത്തം അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആനന്ദ അനുഭൂതി അവരിൽ പ്രകടമാകുന്നതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് അവർ ഈ ശാരീരിക ബുദ്ധിയിലല്ല നിലനിൽക്കുന്നത്. കാരണം അതിനെയൊക്കെ അതിജീവിച്ച് അതീന്ദ്രിയ ബുദ്ധിയിൽ നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അത് ആ അവസ്ഥയിലേക്ക് വരാത്തവർക്കാണ് ഇത് മറ്റൊരു രീതിയിൽ ദുർവിക്കാൻ എന്താണ് പറയുന്നത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതാണ്. അതിനുള്ള അതിന്റെ ഇതിനകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കും. അതാണ് പരമദിവ്യത്വം പുരുഷനായ ഭഗവാൻ യാതൊരു ആവരണമില്ലാതെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ അവസ്ഥ അല്ലെ വാസുദേവ തത്വം എന്ന് പറയും. അതാണ് നമ്മുടെ ഈ സ്ഥിരം സത്വം എന്ന് പറയുന്നതാണ് വാസുദേവ തത്വം എന്ന് പറയുന്നത്. ഭഗവാൻ പരിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും പരിശുദ്ധമാണ്. അതാണ് ശബ്ദം വിശുദ്ധം വസുദേവ ശബ്ദിതം. അദ്ദേഹത്തിന്റെ നാമം തന്നെ ചൊല്ലിയാൽ തന്നെ ഒരാളെ അത് പ്യൂരിഫൈ ചെയ്യും, യാതൊരു മാറ്റവും. അത് ഏത് ജാതിയിൽപ്പെട്ട ആളായാലും ശരി, ഏത് ദേശത്തിൽപ്പെട്ടാലും ശരി, ആ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് അവർക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും. അപ്പൊ ഈ നാമോച്ചാരണം നേരത്തെ പറഞ്ഞോട്ടെ, നാമചിന്താമണി രൂപം ചൈതന്യ രസവിഗ്രഹം. കാരണം എന്താണ്? പൂർണ്ണശുദ്ധവും നിത്യമുക്തം. ഇത് പൂർണ്ണശുദ്ധമാണ്, നിത്യമുക്തമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അഭിന്ന നാമനാമം. അതിന്റെ അർത്ഥം എന്താണ്? ഭഗവാനും ഭഗവാന്റെ നാമവും യാതൊരു വ്യത്യാസമില്ല. രണ്ടുപേരും ഒരേ തലത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ശബ്ദം ചൊല്ലിയാൽ തന്നെ, അല്ലെ ശബ്ദം ശ്രവിച്ചാൽ തന്നെ ആ കൃഷ്ണപ്രേമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമെന്നും പറയുന്നത്. അതാണ് കൃഷ്ണഭക്തി, ശുദ്ധഭക്തി, കൃഷ്ണപ്രേമം.
അതാണ് ചൈതന്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ശുദ്ധഭക്തിയാണ് കൃഷ്ണപ്രേമം എന്ന് പറയുന്നത്. കാബൂനായ ശ്രവണാദി ചുത്ത ചിത്തേ കാരണ ഉദയ. ഇത് നമ്മുടെ മനസ്സിൽ ഉദിക്കണമെങ്കിൽ, ഉദിച്ച് ഉയരണമെങ്കിൽ എന്താണ്? ശ്രവണാദി ശുദ്ധ ചിത്തെ, നമ്മൾ ശുദ്ധിയോടും കൂടി അതുപോലെ തന്നെ ഭക്തിയോടും കൂടി ഇത് ചൊല്ലി ശ്രവിക്കുമ്പോഴാണ് ഈ മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇസ്കോണിൽ പ്രഭുപാദ തന്നെ, സോ അദ്ദേഹം തന്നെ അമേരിക്കയിലൊക്കെ അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞ് അമേരിക്കയിൽ പോയി ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിൽ പോയി, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി അദ്ദേഹം ഈ നാമം ചൊല്ലി. അതാണ് ശബ്ദം വിശുദ്ധം വസുത. അവിടെ പോയി ക്ലാസ് ഒന്നുമല്ല അദ്ദേഹം എടുത്തത്. അവിടെ 4 സ്ക്വയർ ഇരുന്നുകൊണ്ട് അദ്ദേഹം നാമമാണ് ചൊല്ലിയത്. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം കുറേ ദിവസം നാമം ചൊല്ലി. ആദ്യമൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ, ഹിപ്പികൾ, അവരെന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഇഗ്നറൻസ് ആണ്. തമോ ഗുണത്തിന്റെ എന്താണ് പറയുന്നത്, അന്തർതമോ ഗുണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തമോ ഗുണത്തിൽ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ വന്ന് ആദ്യമൊക്കെ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർക്കത് വളരെ ഇറിറ്റേറ്റീവ് ആയിട്ട് തോന്നും. അവരൊക്കെ പ്രഭുപാദയെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പ്രഭുപാദ ഇതിലൊന്നും ഇതൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല. അദ്ദേഹം നാമം ചൊല്ലിക്കൊണ്ടേ. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ഹിപ്പികൾ അവർ പിന്നെ ആ ശബ്ദത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. സോ അത് അവരെ സ്വാധീനിക്കാൻ തുടങ്ങി. കാരണം ഒരു ശുദ്ധ ഭക്തന്റെ നാവിൽ നിന്ന് ഉച്ചരിച്ച് ആ ശബ്ദം പുറത്തേക്ക് വന്നപ്പോൾ മോസ്റ്റ് അബോമിനബിൾ പേഴ്സണിലെ പോലും ആ പ്യൂരിറ്റി ഉണ്ടായി. അപ്പൊ അതാണ് ഇതെല്ലാം നമ്മൾ ഒരു 100 വർഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ പുതിയ നിയോഫൈറ്റ്സ്, ഡിവോട്ട്സ് ഒക്കെ വരുന്നവരെന്താണ്, അവരെല്ലാം ആദ്യം നാമമാണ് ചൊല്ലുന്നത്. അതൊരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. അതിന്റെ കാരണം അന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശബ്ദം വിശുദ്ധം വസുദേവ ശബ്ദം യായത് തഥാ പുമാൻ അപാവൃത തത്തേച്ച തസ്മിൻ ഭഗവാൻ വാസുദേവേ അദോക്ഷജയമേ മനസ്സാവിദ്യത. കാരണം അദ്ദേഹം അദോക്ഷജനാണ്. ഭഗവാൻ അദോക്ഷജനാണ്, ത്രിഗുണങ്ങൾക്ക് അതീതനാണ്, അല്ലെങ്കിൽ നിർഗുണനാണ്. അദ്ദേഹം നിർഗുണനാണ്. നിർഗുണസ്യ ഹി ഉദാഹൃതം. അത് നമ്മള് 3-ാമത്തെ കാൻറ്റോയിൽ ചെന്ന് കഴിഞ്ഞാൽ 29-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തില് 10-ാണോ 11 ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആര്? കപിലദേവൻ അമ്മയോട് പറയുന്നുണ്ട്, ഭഗവാൻ നിർഗുണസ്യ ഹി ഉദാഹൃതം അഹൈതിരി അപ്രഹൃതിക ഹേ ഭക്തി പുരുഷോത്തമം. കാരണം നിർഗുണനായിട്ട്, അല്ലെങ്കിൽ ത്രിഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള അതാണ് ആ അദോക്ഷജൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇത് 11-ാമത്തെ കാൻറ്റോയിൽ ഇത് യോഗീന്ദ്രന്മാരും നിമിരാജാവിനോട് പറയുന്നുണ്ട്, അവരോടും പറയുന്നുണ്ടാണ്. തപസ്സ ഏവം പരം ജ്യോതി ഭഗവന്തം അദോക്ഷജൻ. അങ്ങനെയുള്ള നിർഗുണനായിട്ടുള്ള ഭഗവാനെ അറിയാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് എന്താണ്? തപസ്സ ഏവ, തപശ്ചര്യയാണ്. ഇപ്പൊ കലികാലത്തിലെ ഏറ്റവും വലിയ തപശ്ചര്യയാണ് നാമയജ്ഞം എന്ന് പറയുന്നത്. അതാണ് നാമയജ്ഞം. കലേത്തു നാമ മാത്രേന പൂജിതേ ഭഗവാൻ ഹരി. അതാണ് കലികാലത്തിന്റെ പ്രത്യേകത. കാരണം കലികാലത്തിൽ കലേത്തു നാമ മാത്രേന, കലികാലത്തിൽ നാമമാത്രം കൊണ്ട്, അതായത് ഭഗവാന്റെ ഈ വിശുദ്ധ ശബ്ദം ചൊല്ലി അത് ശ്രവിക്കുന്നത് വഴി ഒരാൾക്ക് പ്യൂരിഫിക്കേഷൻ ഉണ്ടാകും. അതൊക്കെ നമ്മൾ സത്യയുഗത്തിൽ ഹൃദയത്തു ധായതേ വിഷ്ണു, അത് നമ്മൾ എത്രയോ വർഷങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താണ് ഇത് സാധ്യമായത്. ത്രേത അതെന്താണ് മഖേ, അത് നമ്മൾ ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ യാഗങ്ങൾ യജ്ഞങ്ങളുമായി.
സോ അത് തന്നെ ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോൾ എന്താണ് ടെമ്പിൾ വർഷിപ്പായിട്ട് മാറി. സോ അതേ ഇത് എന്താണ് കലികാലത്തിൽ വന്നപ്പോൾ കലയത്തു നാമമാത്രേന പൂജതേ ഭഗവാൻ ഹരി. ഭഗവാന്റെ നാമം മാത്രം, ഭഗവാന്റെ നാമം ചൊല്ലി ഭഗവാനെ പൂജിച്ചാൽ അത് നമുക്ക് സാധ്യമാകും. ഇത്രയും ലളിതമായിട്ടുള്ള ഒരു എന്താണ് തപസ്യ കലിയുഗത്തിൽ മാത്രമാണ് നമുക്കുള്ളത്. അത് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമാണ്. അതുകൊണ്ടാണ് നമോ മഹാവതന്യാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു മഹാവതന്യനാണ്. എല്ലാവർക്കും ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാം. മറ്റൊരു യുഗത്തിലും ഒരു അവതാരത്തിലും ഇതില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ ആ സ്ഥിരം സത്വ സ്ഥിതിയിലേക്ക് നമ്മൾ വന്നെങ്കിലേ ഇതിന്റെ അന്തസത്ത അല്ലെങ്കിൽ നമുക്ക് ശരിക്കുള്ള ആളാതിന് ശക്തി എന്താണെന്ന് മനസ്സിലാക്കാനും അത് എൻജോയ് ചെയ്യാനും നമുക്ക് സാധ്യമാകും. അത് നമ്മൾ ഈ ശാരീരിക അവസ്ഥയിൽ നിന്ന് അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്തണം. കാരണം ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആത്മീയ ആനന്ദത്തിന്റെ വിവിധ തലങ്ങളാണ്. അപ്പൊ അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം 67. കൃഷ്ണേ ഭഗവജ്ഞാന സവിതേരേ സാര ബ്രഹ്മജ്ഞാന ആദിക സവേധാര പരിവാര. വർത്തനം. കൃഷ്ണൻ പരമദിവോത്തമ പുരുഷനാണ്. ഭഗവാൻ എന്ന ജ്ഞാനമാണ് സംവേദ ശക്തിയുടെ സാരം. ബ്രഹ്മജ്ഞാനം ഉൾപ്പെടെയുള്ള അത്തരം മറ്റെല്ലാ ജ്ഞാനവും അതിൻ്റെ ഘടകങ്ങളാണ്. ഇതില് നമ്മൾ ആത്മീയ ലോകത്തിലെ ആ പ്രധാന 3 എന്താണ് അസ്തിത്വത്തിന്റെ കാര്യമാണ് പറയുന്നത്. സന്ധ്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ശരിക്കുമുള്ള എന്താണ് പെർമനന്റ് അസ്തിത്വം, എക്സിസ്റ്റൻസ്, പെർമനന്റ് എക്സിസ്റ്റൻസ്, പെർമനന്റ് നോളജ് ആൻഡ് പെർമനന്റ് ഹാപ്പിനെസ്. ഇതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അതിൻ്റെ പൂർണ്ണ വിവരണങ്ങളാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതിൽ കൂടി നമുക്ക് കൂടുതൽ എലാബറേറ്റ് ആയിട്ട് നമ്മളെ പറഞ്ഞു തരികയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇതിനകത്ത് പറയുന്നത് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്. ഭഗവാൻ എന്ന ജ്ഞാനമാണ് സമീപ ശക്തിയുടെ സാരം. അപ്പൊ അതാ നമ്മൾ സത്ത് ചിത്ത് ആനന്ദം, ഇതാണ് ഈ പറയുന്നത്. സത്ത് എന്ന് പറഞ്ഞാൽ പെർമനന്റ് എക്സിസ്റ്റൻസ് ഓർ എറ്റേണൽ എക്സിസ്റ്റൻസ്, എറ്റേണൽ നോളജ്, എറ്റേണൽ ഹാപ്പിനെസ്. ഇതാണ് പറയുന്നത്. അപ്പൊ അത് ഇന്ന് ഇതിന്റെ എന്താണ് എറ്റേണൽ നോളജിന്റെ കാര്യമാണ് പറയുന്നത്. സംഗീത ശക്തിയുടെ എലാബറേറ്റ് പറയുകയാണ് ഇതിനകത്ത്. അപ്പൊ ആത്മീയജ്ഞാനത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം 2 ലോകങ്ങളുണ്ട്, ആത്മീയ ലോകം, ഭൗതിക ലോകം. സ്പിരിച്വൽ വേൾഡ്, മെറ്റീരിയൽ വേൾഡ്. ഇത് രണ്ടും ഭഗവാന്റെ സൃഷ്ടിയാണ്. ആധ്യാത്മിക സൃഷ്ടി എന്ന് പറഞ്ഞാൽ ത്രിപാദ വിഭൂതിയിൽപ്പെടുന്നതാണ്. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ഏകപാദ വിഭൂതിയിൽപ്പെടുന്ന. നമുക്ക് സ്പിരിച്വൽ വേൾഡ് 4-ൽ 3 ഭാഗവും ആധ്യാത്മിക ലോകമാണ്. 4-ൽ 1 ഭാഗമാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. അതാണ് ത്രിഫോൾഡും വിഭൂതിയും ഏകപാദ വിഭൂതി എന്ന് പറയുന്നത്. ഏകപാദം 4-ൽ 1, 4-ൽ 3 വൈകുണ്ഠ ലോകങ്ങളാണ്, ആധ്യാത്മിക ലോകങ്ങൾ. സോ അവിടുത്തെ സ്റ്റേറ്റസിനെ പറ്റിയാണ് ഈ പറയുന്നതെല്ലാം. അപ്പൊ ഈ നാമം എന്ന് പറയുന്നത് പോലും എന്താണ് ചിന്താമണി. നാമം പോലും എന്താണ് സെൽഫ് പൊട്ടന്റാണ്. ആധ്യാത്മിക ലോകത്തിലെ ഏതും സ്വയംസ്ഫൂരിതമാണ്. അപ്പൊ നമ്മൾ ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മം തുടങ്ങുന്നത് തന്നെ എന്താണ് നാമചിന്ത തുടങ്ങുന്നത് തന്നെ അത് തന്നെ. അതെന്താണ് അതിൻ്റെ ആധ്യാത്മിക ലോകത്തിന്റെ വിവരണമാണ്. അതിൻ്റെ സർവശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലത്താണ് ഭഗവാൻ ഗോലോക വൃന്ദാവൻ അല്ലെങ്കിൽ വൈകുണ്ഠ ലോകത്തിന്റെ ക്യാപിറ്റലായിട്ടുള്ള ആധ്യാത്മിക ലോകത്തിലെ പരമോന്നതമായ സ്ഥലത്താണ് ഭഗവാൻ വസിക്കുന്നത്.
അപ്പൊ ആ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ശുദ്ധ ഭക്തി, ശുദ്ധ സത്വത്തിൽ കൂടിയേ നമുക്ക് സാധ്യമാകും. അതാണ് എന്താണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭക്തിയാൽ അഭ്യസ്യ നിന്യതെന്നാണ്. ഭഗവാനെ നമ്മൾ അങ്ങനെയുള്ള പരമോന്നതനായിട്ടുള്ള വ്യക്തിയെ നമ്മൾ എന്താണ് ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് പെർസീവ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഏക മാർഗം എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറയും. അതാണ് പുരുഷ സ പരമ്പാർത്ഥ ഭക്തിയ ലഭ്യസ്ഥ അന്യത. വേറെ ഒരു സോഴ്സും ഇല്ല. നിങ്ങൾ ഈ ശുദ്ധ സത്വത്തിലേക്ക് തന്നെ വരണം. അതീന്ദ്രിയ സത്വത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും ഇതെല്ലാം ഒന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പൊ അതാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ ജ്ഞാനത്തെ എന്താണ് ജ്ഞാനേന സദൃശം പവിത്രമിതമുത്തമേ. ഈ ജ്ഞാനത്തിന് സദൃശമോ അതിനെ പവിത്രമായിട്ടുള്ള വേറെ ഒന്നുമില്ലെന്ന് പറയുന്നതിന്റെ കാരണം അതെന്താണ്? ഇതാണ് എറ്റേണൽ നോളജ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇതെന്നും നിലനിൽക്കാം. നമുക്ക് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ട്? പക്ഷെ നമ്മുടെ സൃഷ്ടിക്ക് നോക്കി നമ്മൾ എഴുതിയത് റീ എഡിഷൻസ് വരുന്നത്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള സൃഷ്ടികളിലെല്ലാം റീ എഡിഷനും എന്താണ് അഡീഷൻ ഡിലീഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമുക്കതിനുള്ള പോരായ്മകളുണ്ട്. So we are not free from 4 the defects, always committing mistakes. അപ്പൊ അതുകൊണ്ടാണ് 2 തരത്തിലുള്ള ആൾക്കാരാണ്. ദാമിനോ പുരുഷോ ലോക. 2 തരത്തിലുള്ള ആൾക്കാരാണ് പറഞ്ഞത്. ഭൗതിക ലോകത്തിലെ ആൾക്കാർ നമ്മളെപ്പോഴും തെറ്റുകൾ ചെയ്യുന്ന. പക്ഷേ ഭഗവാനോ അക്ഷരം പരമമുച്ചതി. ഭഗവാനെ അക്ഷരം എന്ന് വിളിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും അത് പെർഫെക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ നോക്കും ഭഗവത്ഗീത ഭാഗവതം എല്ലാം എന്തെങ്കിലും ചേഞ്ചസ് ആണ്. ഇറ്റ് ഈസ് പെർമനന്റ്ലി എക്സിസ്റ്റിംഗ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. ഭഗവത്ഗീത എന്തെങ്കിലും റീ എഡിഷൻ വന്നിട്ടുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ആക്ച്വലി റിവൈവ് ചെയ്താണ്. അതിനു മുമ്പ് എത്രയോ അവര് പറഞ്ഞു യുവശാന് പറഞ്ഞു കൊടുത്തന്നല്ലേ ഭഗവാൻ പറയും. 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു ഇതം വിവശതേ യോഗം ഭോക്തവാനവ്യാവ്യേ അല്ലേ? അർജുനോട് ഭഗവാൻ അതല്ലേ പറയും. അപ്പൊ ഈ വർഷങ്ങൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ, മില്യൺസ് ഓഫ് ഇയേഴ്സിനും ഭഗവാൻ പറഞ്ഞ കാര്യം ജസ്റ്റ് 5000 ഇയേഴ്സ് ഈ റിവൈവ് ഇൻ ദ കുരുക്ഷേത്ര. പക്ഷേ സെയിം നോളജ്. അതാണ് ജ്ഞാനേന സദൃശം പവിത്രം ഇതൗത്തമം. അതുകൊണ്ടാണ് ഈ ജ്ഞാനത്തിന് തുല്യമോ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനമില്ല. കാരണം എന്താണത്? എന്തുകൊണ്ടാണത്? തത് സ്വയം യോഗ സംസിദ്ധി കാലേനാത്മനയുണ്ടത്. അത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രഭുപാദ ഒരു പ്യുവർ ഡിവോട്ടി അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇന്ന് മില്യൺസ് ഓഫ് ഭഗവത്ഗീതയാണ് ലോകത്തെല്ലാം വിറ്റഴിയുന്നത്. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് നോളജ്. അപ്പൊ അതാണ് അത് എറ്റേണൽ നോളജ്. നമ്മൾ നേരത്തെ പറഞ്ഞു എറ്റേണൽ എക്സിസ്റ്റൻസ്, എറ്റേണൽ നോളജ്, എറ്റേണൽ ഹാപ്പിനെസ്. ഇതെല്ലാം ദിസ് ഇസ് ദ നേച്ചർ ഓഫ് സ്പിരിച്വൽ വേൾഡ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഏക വിഭൂതിയിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ജസ്റ്റ് എ റിഫ്ലക്ഷൻ, ഒരു ഷാഡോയാണ് നമ്മൾ ഭൗതിക ലോകത്തിൽ കാണുന്നത്. പക്ഷെ ഭഗവാൻ കാരുണ്യവാനാണ്. ഭൗതിക ലോകത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഭക്തി എന്നുള്ള അല്ലെങ്കിൽ ഈ വിശുദ്ധ തത്വത്തിൽ അല്ലെങ്കിൽ സ്ഥിരം സത്വത്തിൽ നമുക്ക് അല്ലെങ്കിൽ വസുദേവ തത്വത്തിൽ നമ്മളിലേക്ക് നമ്മൾ ഉയരുകയാണെങ്കിൽ ഭൗതിക ലോകത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ആ
പ്രസൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ ഗുണങ്ങൾ, ലീലകൾ, ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതാണ് ആചാര്യന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ബെസ്റ്റ് എക്സാമ്പിളാണ് പ്രഭുപാദ്. അദ്ദേഹത്തിന് ഒരു പരിചയമില്ലായിരുന്നു അമേരിക്ക. അദ്ദേഹത്തിന്റെ ജസ്റ്റ് ഗുരുവിന്റെ ഒരു ഓർഡർ മാത്രമാണ്, യു ഗോ അമേരിക്ക ആൻഡ് പ്രീച്ച്. ഇതായിരുന്നു പ്രഭുപാദയുടെ അദ്ദേഹം പറഞ്ഞത്. എക്സാക്ട്ലി അത് വർക്കൗട്ടായി. അപ്പൊ അതാണ് ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു ശുദ്ധ സത്വത്തിൽ വസിക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം മനസ്സിലാകാനും ബോധ്യപ്പെടാനും അദ്ദേഹം പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. കാരണം അദ്ദേഹത്തിന്റെ ഗുണവും ഭഗവാന്റെ ഗുണത്തിന് തുല്യമായിട്ട് ഉള്ള വ്യക്തിയാകുന്നതുകൊണ്ടാണ്. അചിന്ത ഭേദ സത്വം, അതാണ് ചൈതന്യ ചരിതാമൃതത്തിൽ ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നെ. ആ ഗുണത്തിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അതിജീവിച്ച് അതീന്ദ്രിയ സത്വത്തിലേക്ക് വരുമ്പോൾ ആ ഗുണത്തിൽ ഭഗവാന്റെ അസ്തിത്വം നമുക്കും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് ഈ ഭൗതിക ലോകത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധിക്കുന്നത്. അവരാണ് ആചാര്യന്മാർ, ഗുരുക്കന്മാരെന്ന് പറയുന്നവരാണ്. പരമ്പരയിൽ കൂടി ആർജിച്ച ആ തപശ്ചര്യയിൽ കൂടി നേരത്തെ പറഞ്ഞതുപോലെ തപസ്സ ഏവ പരം ജ്യോതിർ ഭഗവന്തം അധോക്ഷജ സർവഭൂത ആജ്ഞസ്സ വിന്ദതി ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലീലകള്, ഗുണങ്ങള്, ഇത് അവതാരങ്ങളൊക്കെ നമുക്ക് പൂർണ്ണ രൂപത്തിൽ അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അതീന്ദ്രിയാവസ്ഥയിലേക്ക് നമ്മൾ വരണം. അപ്പൊ അതീന്ദ്രിയാവസ്ഥയെ പറ്റിയാണ് നമ്മൾ നമ്മുടെ ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി, ഇല്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഈ ആവരണങ്ങളൊക്കെ ആവരണങ്ങളെ അതിജീവിക്കണം. അതിനെന്താ ചെയ്യണ്ടേ? നമ്മൾ നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ നാഥനായിട്ടുള്ള ഭഗവാനെ നമ്മൾ സേവിക്കണം, അല്ലേ? സർവോപാധി വിനിമുക്തം നിർമ്മലത്തേന തത്പരം ഋഷികേശസേവന ഭക്തിരുത്തമം. സാക്ഷാൽ ദ മാസ്റ്റർ ഓഫ് സെൻസസിനെ നമ്മൾ ആരാധിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവം. സർവോപാധി വിനിമുക്തം, യാതൊരു ഉപാധിയില്ലാതെ നമ്മളതാ പറയുന്നത്, നമ്മൾ ശരിക്കും നിഷ്കാമ ഭാവത്തോടുകൂടി ഭഗവാനെ നാമം ചൊല്ലുകയും ഭഗവാനെ സേവിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് പ്രകടമാകുന്നത്. അതാണ് നമ്മൾ ആ നിർഗുണ സ്റ്റേജ്, അല്ലെങ്കിൽ നമ്മൾ അതീന്ദ്രിയാവസ്ഥ, അല്ലെങ്കിൽ വസുദേവ തത്വം എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ അതിനുള്ള അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഭൗതിക ലോകത്തിൽ നമുക്ക് കാണുന്ന എന്താണ്, നമ്മൾ പ്രത്യക്ഷ ജ്ഞാനമുണ്ട്, അതുപോലെ തന്നെ എന്താണ് പരോക്ഷ ജ്ഞാനമുണ്ട്, വികലജ്ഞാനം, ഇതൊക്കെ ഉണ്ട്. നോക്കണം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അപൂർണമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള വസ്തുക്കളെ പോലും നമ്മുടെ കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനോ കേൾക്കാനോ ഒന്നും സാധിക്കുന്നതല്ല. ഇംപെർഫെക്റ്റ് സെൻസാണ്. ആദ്യം നമ്മൾ അത് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെയല്ല, പ്രത്യക്ഷ ജ്ഞാനം, നമ്മൾ നേരിൽ കാണുന്ന കാര്യങ്ങൾ പോലും, നമ്മൾ കാണുന്ന കാര്യങ്ങൾ പോലും നമ്മളെ എന്താണത്, ആ ജ്ഞാനം പോലും ശരിയല്ല. നമ്മളൊരു കുപ്പിയിൽ കുറെ വെള്ളം എടുത്തൊരു കമ്പ് അതിനകത്തിട്ട് നോക്കിയാൽ, എന്നിട്ട് നമ്മൾ നോക്കി സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കമ്പ് നമ്മൾ കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് നോക്കി എങ്ങനെയായിട്ടാണ് കാണുന്നത്? പ്രത്യക്ഷത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ് ആ കുപ്പിയിൽ അത് കാണുന്നത്? ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ സ്റ്റിക്ക് പോലും അത് നമ്മളെ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? എങ്ങനെയാണ് നമുക്കൊരു വേഗ ഐഡിയ ആയിട്ട് അത് വളഞ്ഞായിട്ടാണ്. അതാണ് പ്രത്യക്ഷ ജ്ഞാനമാണ്. പ്രത്യക്ഷ ജ്ഞാനം പോലും ഇതൊന്നും ശരിയല്ല. അപ്പം ശരിയായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ഏതാണ്? ആത്മീയ ജ്ഞാനമാണ്.
അപ്പൊ നമ്മൾ എത്രമാത്രം അതിൽ, അതാണ് ശ്രവണാദി ശുദ്ധ ചിത്ത, എത്രമാത്രം ശുദ്ധ ചിത്തത്തിൽ ഇത് നമ്മൾ ഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു, അത് നമ്മൾ അനലൈസ് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, ആക്ഷനിൽ കൂടി നമ്മൾ ചെയ്യുന്നു, അന്നേരമാണ് നമുക്കത് കൂടുതൽ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനേന തു തദജ്ഞാനം തേഷാം നാശനം ആത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തൽപര. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു, ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഇതുപോലെയാണ്, സൂര്യന് സമമാണ്. സൂര്യന്റെ പ്രത്യേകത എന്താണ്? തേഷ ആദിത്യവജ്ഞാനം, ഇത് സാക്ഷാൽ സൂര്യന്റെ പോലെയുള്ള ജ്ഞാനമാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? അന്ധകാരങ്ങൾ മാറുന്നു, പ്രകാശിക്കുന്നു, എല്ലാ വസ്തുക്കളെയും നമുക്ക് ആസിറ്റീസ് കാണാൻ സാധിക്കും. അപ്പൊ ആത്മീയജ്ഞാനം നമുക്ക് എല്ലാവരെയും ഭഗവാനായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ആ ഫീലിങ്ങോടുകൂടി നമുക്കത് അദ്ദേഹത്തെ സേവിക്കാനും സാധിക്കും. അതാണ് ഈ പറയുന്നത്. തേഷാം ആദിത്യവജ്ഞാനം, ആത്മീയജ്ഞാനം എന്ന് പറഞ്ഞാൽ ആദിത്യനെ പോലെയാണ്. പ്രകാശയതി തൽപര, ശുദ്ധ ഭക്തരിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളെ അത് എന്താണ്, ഈ ആവരണങ്ങളിൽ നിന്നും മുക്തനാക്കി നമുക്ക് ശരിയായിട്ടുള്ള യഥാർത്ഥ ഭഗവാനെ പറ്റിയുള്ള ആ വിവരണം നമുക്ക് തരുന്നു. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി തരും. അതാണ് ഈ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പൊ ആ സംഗീതിന്റെ അതിന്റെ ഒരു എലാബറേറ്റ് ഡിസ്കഷനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 68 ക്ലാദീനീര സാര പ്രേമ പ്രേമ സാര ഭാവ ഭാവേര പരമകാശ നാമ മഹാഭാവ. വിവർത്തനം: ക്ലാദിനി ശക്തിയുടെ സാരം ഭഗവത് പ്രേമവും ഭഗവത് പ്രേമത്തിന്റെ സാരം ഭാവവും ഭാവത്തിന്റെ മൂർധന്യാവസ്ഥ മഹാഭാവമാണ്. അതാണ് ഇത് ഇതിനകത്ത് പറയാം. ക്ലാദിനി ശക്തിയുടെ സാരം ഭഗവാനോടുള്ള അട്രാക്ഷൻ, സ്നേഹം. എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള സ്നേഹം? നാച്ചുറൽ. ഒരു അമ്മയോട് നമ്മൾ കുട്ടിയെ നോക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. അതാ നാച്ചുറൽ എന്താണ് അഫെക്ഷൻ. അതുപോലെ നമ്മളും ഈ ആവരണങ്ങളിൽ നിന്ന് മുക്തമായി, പ്രകൃതിയുടെ ഈ പറഞ്ഞിട്ടുള്ള ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തമായി ആ അതീന്ദ്ര സത്വഗുണത്തിലേക്ക് അല്ലെങ്കിൽ ഈ വസുദൈവ സത്വത്തിലേക്ക് വരുമ്പോൾ നമ്മളും ഭഗവാനുമായിട്ടുള്ള ശരിയായിട്ടുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഭഗവാനെ സേവിക്കണമെന്നും ഭഗവാന്റെ കാര്യങ്ങളിൽ ഇതിലൊക്കെ നമുക്ക് ശരിക്കും ആനന്ദം നമ്മുടെ മനസ്സിൽ അത് തനിയേ വരും. എങ്ങനെയാണ് ഒരമ്മ തൻ്റെ കുട്ടി ജനിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? നമുക്ക് ആ കുട്ടി എത്രമാത്രം കെയറോടുകൂടിയാണ് ചെയ്യുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ അത് ചെയ്യുന്നത്? സോ നാച്ചുറൽ അഫെക്ഷൻ, അതൊരു നാച്ചുറൽ അഫെക്ഷൻ ആണ്. എപ്പോഴാണ് ആ കുട്ടി, ആ അമ്മയ്ക്ക് ആ കുട്ടി ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണബോധം നമ്മുടെ എല്ലാവരുടെയും, കൃഷ്ണപ്രേമം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ അതെപ്പോഴാണ്? ശ്രവണാദി സുപ്രചിത്തി എന്നുള്ള അവസരം ഉണ്ടാകണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ പറ്റി കൂടുതൽ കേൾക്കുകയും കൂടുതൽ ഭഗവാന്റെ നാമം ചൊല്ലുകയും കൂടുതൽ ഭഗവത് ഭക്തന്മാരുമായിട്ട് സഹകരിക്കുകയും അതുപോലെ തന്നെ എന്താണ് നമ്മൾ കൂടുതൽ ഭഗവാന്റെ ശുദ്ധ ഭക്തരിൽ നിന്ന് ഭഗവാനെ പറ്റി ശ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ എന്താണ് റിയലൈസേഷൻ, നമ്മുടെ ആ റിയലൈസേഷൻ, ഭഗവാനെ പറ്റിയുള്ള സെൽഫ് റിയലൈസേഷൻ നമുക്കുണ്ടാകുന്ന നേരമാണ്. അപ്പൊ അത് ആഹ്ലാദ ശക്തിയിൽ, ആഹ്ലാദ പേര് തന്നെ അതാണ്, ആഹ്ലാദം, എറ്റേണൽ ഹാപ്പിനെസ്. ഭൗതിക ലോകത്തിൽ എന്താണ്? ഭൗതിക ലോകത്തിൽ എന്ത്? തത് അഗ്രേ എന്താണ്? അമൃതോപമയം. പക്ഷെ ഭൗതിക ലോകത്തിലെ ആഹ്ലാദം എന്താണ്? തുടക്കത്തിൽ
അമൃതന് തുല്യമാണ്. പരിണാമോ വിഷമമാണ്. അവസാനമോ ഭയങ്കര വിഷമത്തിൽ, ഡേഞ്ചറസിലായി. നിങ്ങൾ ഏത് സുഖം എടുത്ത് നോക്കിയാലും, ഏത് മെറ്റീരിയൽ എൻജോയ്മെന്റ് എടുത്ത് നോക്കിയാലും നോക്കും, തുടക്കത്തിൽ അതിഭയങ്കരമായ ആനന്ദവും അത് കൂടുതൽ കൂടുതൽ ചെയ്യുമ്പോൾ അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഓരോരുത്തരും നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് സംഭവം? നിങ്ങളുടെ ഏറ്റവും വലിയ എൻജോയ്മെന്റ് എന്താണ്? എല്ലാവരും ഇപ്പൊ ചെയ്യുന്നത് മെറ്റീരിയലുകൾ സമോ രജോ ഗുണത്തിലുള്ളവർ എന്താണ് ചെയ്യുന്നത്? അവരുടെ അതിൻ്റെയൊക്കെ അവസാനം എന്താണ്? പരിണാമോ വിഷമമാണ്. അതെല്ലാം നിങ്ങളെ വിഷമത്തിൽ കൊണ്ടെത്തിക്കും. പക്ഷേ ആത്മീയ കാര്യങ്ങൾ, ആത്മീയ സുഖം എന്ന് പറയുന്നത്, ആത്മീയ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? തദഗ്രഹേ വിഷമ്യമാണ്. തദഗ്രേ, തുടക്കത്തിൽ വിഷമവും പരിണാമോ അമൃതവും. പരിണാമോ അമൃതവും തുടക്കത്തിൽ ചാൻറ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. രാവിലെ എഴുന്നേൽക്കുക, നാമം ചൊല്ലുക, ഭഗവാനെ പൂജിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. രാവിലെ എഴുന്നേൽക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അതാണ് തദഗ്രേ വിഷമമാണ്. തുടക്കത്തിൽ വിഷമവും പരിണാമവും അമൃതവും. അതിൻ്റെയൊക്കെ പരിണാമം അമൃതന് തുല്യമാണ്. നമ്മൾ എത്രമാത്രം ഇത് ശ്രവണാദി ശുദ്ധചിത്തെ, എത്രമാത്രം ശ്രവിക്കുന്നു ശുദ്ധചിത്തത്തിൽ, നമ്മൾ എത്രമാത്രം പ്യൂരിഫൈ ചെയ്യുന്നു, പ്യുവർ ഡിവോട്ടീസിന് നമ്മൾ കേൾക്കുന്നു, സോ അത്രമാത്രം നമുക്കിത് എൻജോയ് ചെയ്യാം. അത് അജീസ് ആഹ്ലാദിന് ശക്തി, കൂടുതൽ കൂടുതൽ ആഹ്ലാദം, ആനന്ദം പ്രതിപദം. ഓരോ നമ്മൾ ഭഗവാന്റെ ഇത് കൂടുതൽ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കുമ്പോൾ അത് നമ്മൾ ആനന്ദം, ആഹ്ലാദം കൂടിക്കൂടി വരും. സോ ദാറ്റ് ഈസ് ആഹ്ലാദിനി ശക്തി, ആഹ്ലാദം. Feel more ecstasy, more ecstasy feeling. പരിണാമോ അമൃതവുമോ. നമ്മൾ കൂടുതൽ കൂടുതൽ സ്റ്റെപ്പിംഗ് ടുവേഴ്സ് ദിസ് പരമാനന്ദം. അപ്പൊ അതാണ് ഇതിന്റെ ഈ ആത്മീയ ആനന്ദത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ആഹ്ലാദിന്റെ ശക്തി. അതാണ് ഇതിനകത്ത് പറഞ്ഞത്. ആഹ്ലാദി ശക്തിയുടെ സാരം ഭഗവത് പ്രേമം, നിസ്വാർത്ഥമായിട്ടുള്ള ഭഗവാനുള്ള സ്നേഹം, സെൽഫ്ലെസ് അഫെക്ഷൻ. അതാണ് ശരിയായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത്. പാപത്തിന്റെ മൂർച്ഛാവസ്ഥയാണ് മഹാഭാവം എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം ആ ലെവലിലേക്ക് ഉയരുന്നു. അപ്പൊ ഇതിന് രണ്ട് ഭാഗങ്ങളൊന്നാണ് പ്രഭാത് ഇതിനകത്ത് പറയുന്നത്, ഭാവാർത്ഥത്തിൽ. അതായത് വിശുദ്ധ ഭഗവത് പ്രേമവും അവിശുദ്ധ ഭഗവത് പ്രേമവും. അപ്പൊ നമ്മൾ ഇതിൽ കൂടുതൽ നമ്മൾ ആ ആഹ്ലാദ ശക്തി എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ ഭൗതിക ആഹ്ലാദങ്ങൾ ഉപേക്ഷിക്കും, വർജിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ കൂടുതൽ പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ആഹ്ലാദം, ആത്മീയ ആനന്ദം. നമ്മൾ വി ലീസ് ബോതേഡ് അബൌട്ട് മെറ്റീരിയൽ എൻജോയ്മെന്റ്. ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. So this is the natural Krishna prema. അതാണ് ശുദ്ധഭക്തി കൃഷ്ണ പ്രേമ കാബോനായ എന്ന് പറയുന്നത്. ശ്രവണാദി ശുദ്ധത്തെ കാരണ ഉദയം. എത്രമാത്രം നമ്മളിത് ഇൻവോൾവ് ചെയ്യുന്നു, ആഹ്ലിന്യ ശക്തി എൻജോയ് ചെയ്യുന്നു. അതാണ് രാധാറാണി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിലെന്താണ് ശുദ്ധ, അതായത് പറഞ്ഞ ഈ വസുദേവ തത്വത്തിൽ മാത്രമേ ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പൂർണ്ണ സത്വ ഗുണത്തിൽ മാത്രമേ നമുക്ക് എൻജോയ് ചെയ്യാം. അതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതാണ് ബ്രഹ്മഭൂതാവസ്ഥ എന്നും പറയുന്നത്. അത് തന്നെയാണ് ബ്രഹ്മഭൂതോ പ്രസന്നാത്മ. നമുക്ക് ആ വാക്ക് തന്നെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മഭൂതോ പ്രസന്നാത്മ ന സൂക്ഷ്യതി ന കാംക്ഷതി സമസർവേഷ ബോധത്തിൽ മത്ഭക്തി ലഭ്യതേപരം. അവർക്ക് മാത്രമേ ശരിയായിട്ടുള്ള ഭക്തി അവർക്ക് ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത്.
ആ പൂർണ്ണ സത്വത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇത് പൂർണ്ണമായിട്ട് എന്താണ് ഭഗവാനെ സേവിക്കാനൊക്കെ നല്ല പ്യുവർ ഡിവോട്ടിയായിട്ട് പെർമനന്റ് ആയിട്ട് ദേ ക്യാൻ സെർവ് ദ ലോഡ്. അതാണ് പറയുന്നത്. ഈ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം 69. മഹാഭാവ സ്വരൂപ ശ്രീ രാധാറാണി ഠാക്കൂറാണി സർവഗുണഖനി കൃഷ്ണകാന്ത ശിരോമണി. വർത്തനം. ശ്രീ രാധാ ഠാക്കൂറാണി മഹാഭാവത്തിന്റെ സ്വരൂപമാണ്. ശ്രീ രാധ സർവ സദ്ഗുണങ്ങളുടെയും കലവറയും കൃഷ്ണ ഭഗവാന്റെ പ്രണയിനിമാരിൽ ശിരോരത്നവുമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ചൈതന്യ മഹാപ്രഭു ഈ ഭാവത്തിൽ വന്നതിന്റെ കാരണം ഈ റീസണാണ്. ശ്രീ രാധാകൃഷ്ണ സ്വരൂപാണ് ചൈതന്യായ ചൈതന്യ മഹാപ്രഭു ഈ ഭാവത്തിൽ ഈ രണ്ട് കൃഷ്ണന്റെയും രാധയുടെയും റിസംബ്ലൻസ്, അതാണ് ദാറ്റ് ഈസ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ ആ ഭാവത്തിൽ വന്നതിന്റെ കാരണം എന്താണ്? ഇതാണ് ഏത് മഹാഭാവ സ്വരൂപം. അതാണ് ഈ ഇന്നത്തെ ടൈറ്റിൽ ശ്രീ ചൈതന്യ അവതാരത്തിന്റെ രഹസ്യ കാരണം. അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മഹാഭാവ സ്വരൂപ ശ്രീ രാധ ഠാക്കൂറാണി സർവഗുണഖനി കൃഷ്ണകാന്ത ശിരോമണി. ഭഗവാന്റെ ഈ കൃഷ്ണ ഭഗവാന്റെ പ്രണയന്മാരിൽ ശിരോരത്നമാണ് രാധാറാണി. കാരണം മഹാഭാവത്തിന്റെ സ്വരൂപമാണ് രാധാറാണി എന്ന് പറയും. അതാണ് വൃന്ദാവനത്തിലൊക്കെ പിന്നെ അവർ ഭഗവാൻ കൃഷ്ണന്റെ പേരല്ല പറയുന്നത്, രാധയെന്നാണ്. അതാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മന്ത്രത്തിലും ആദ്യം നമ്മള് എന്താണ് ചാൻറ് ചെയ്യുന്നത് രാധയുടെ പേര്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരി എന്ന് പറഞ്ഞാൽ രാധാറാണി. അപ്പൊ അതാണ് എൻ്റെ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, ഹരേ രാധാറാണി. പിന്നാണ് കൃഷ്ണന്റെ പേര് പറയുന്നത്. വൃന്ദാവനത്തിൽ ചെന്ന് കഴിയുന്ന കഥയാണ്. അതെല്ലാം വ്രജഭൂമിയിലെല്ലാം അതാണ്. അവരെല്ലാം രാധാറാണിയുടെ രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. സഖിമാരും ഇതെല്ലാം ഭഗവാന്റെ ആ രൂപങ്ങളാണ്, രൂപവിസ്താരങ്ങളാണ്. ലക്ഷ്മി അതുപോലെ തന്നെ രാജ്ഞിയായിട്ടുള്ള ഭഗവാന്റെ ദ്വാരകയിലുള്ള രാജ്ഞിമാർ, അതുപോലെ വ്രജഭൂമിയിലുള്ളവര് അവരാണ് ഏറ്റവും ഇതെല്ലാം ഉള്ളു. ഈ ഭാവത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാധാറാണി മഹാഭാവം, കൃഷ്ണപ്രേമം അതിൻ്റെ ആ ലെവല് നമ്മൾ ഈ എന്താണ് വസുദേവ സത്വത്തിന്റെ ആ ലെവല് ഏത് രീതിയിലാണ് ഉയരുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന ഈ സഖിമാരെല്ലാം, ഈ വ്രജതരുണിമാരെല്ലാം എന്ന് പറയുന്നത് അതെല്ലാം ശ്രീ രാധാറാണിയുടെ രൂപവിസ്താരങ്ങളാണെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരോടൊന്ന് ഭഗവാൻ രാസ ഡാൻസ് ഒക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. അതാണ് പറയുന്നത്, ഭഗവാന്റെ ഉള്ളിലുണ്ട് ഇതെല്ലാം. അപ്പൊ അത് എങ്ങനെയാണത് നമ്മളത് ആസ്വദിക്കുന്നത്? ഒരാള് ഉള്ളിലുണ്ടെന്നും പറഞ്ഞ് നമ്മൾ തന്നെ ഇരുന്ന് എങ്ങനെ ആസ്വദിക്കും? അതിനും നമ്മളൊരു സൃഷ്ടി. അതാണ് രാധാറാണി എന്ന് പറയുന്നത്. അതാ എന്താണ് ഈ രണ്ടെന്ന് പറഞ്ഞ ഏകീ സ്വരൂപം, ഏകീ ആത്മയാണ്. അപ്പൊ തൻ്റെ ഉള്ളിലുള്ള ഈ ആത്മീയ ആനന്ദം അത് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രാധാറാണിയുടെ ഭാവത്തിൽ ഭഗവാൻ അവതരിച്ച് അത് ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു എപ്പോഴും രാധാഭാവത്തിൽ കാണുന്നത്. അതീന്ദ്രിയമായി പറഞ്ഞിട്ടുള്ള അതീന്ദ്രിയ അവസ്ഥയിലേക്ക് അദ്ദേഹം ഉയരുമ്പോഴൊക്കെ അന്നേരം പലകാലങ്ങൾ മാത്രം അദ്ദേഹം ഇതാണ് അദ്ദേഹത്തിന്റെ ലീലകളെ നമുക്ക് കാണാം. അതാണ് ചൈതന്യ ലീലയുടെ പ്രത്യേകത. ഇത് മനസ്സിലാകാത്തവരാണ് വേറെ രീതിയിലൊക്കെ കാണുന്നത്. ഭഗവാൻ വേറെ രീതിയിലൊക്കെ അത് മിസ്ഇന്റർപ്രിറ്റ് ചെയ്യുന്നതിന്റെ കാരണം അവർക്ക് ഇതിന്റെ ആ
സ്ഥലങ്ങൾ അവർക്ക് മനസ്സിലാകാത്തതുണ്ട്. അപ്പൊ നമ്മൾ ആ പരിശുദ്ധായി ശുദ്ധ സത്വ അവസ്ഥയിലേക്ക് അല്ലെ വസുദൈവ തത്വത്തിലേക്ക് വരുമ്പോഴേ ഇതൊക്കെ നമുക്ക് മനസ്സിലാകത്തിൻ്റെ ആ ഭക്തിയുടെ സീക്വൻസ് ആ ലെവലിലേക്ക് ഉയരുന്നവർക്ക് അത് മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ സാധാരണ കുട്ടികൾ പഠിക്കുന്നത് എഞ്ചിനീയറിങ്, നമ്മൾ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികളും അവരുടെ ആ റിയലൈസേഷൻ അത്രമാത്രം വ്യത്യാസം ഉണ്ടായി. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ ഈ ഓർഡിനറി ക്ലാസ് എന്താണ് തമോ രജോ ഗുണ ഭാവങ്ങളെ അത് നമ്മളതിന് അതുകൊണ്ട് ഭൗതികതയിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞു എന്താണ് ത്രൈഗുണ്യ വിഷയ ഏത നിസ്ത്രൈഗുണ്യ ഭവാർജുന. ഭഗവാനെ പല സ്ഥലത്ത് എന്താണ് അർജുനോട് പറയുന്നു. ഈ ഭൗതിക ലോകത്തിൽ തന്നെ വരുമ്പോൾ അതാണ് സത്വരജ സമോഭാവ പ്രകൃതി ഇത് സംഭവ നിബന്ധനന്തി ധനഞ്ജയ ദേഹേ ദേഹിനം അവ്യയ. അതുകൊണ്ട് നീ ഈ ത്രിഗുണങ്ങൾ നിങ്ങൾ ഏതൊരു വ്യക്തി ഭൗതിക ലോകത്തിൽ ജനിക്കുന്നു എന്താണ് അവരെല്ലാം സത്വരജ തമോ ഗുണത്തിന്റെ പിടിയിലാണ്, അവരെല്ലാം അതിന്റെ ഇൻഫ്ലുവൻസിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ശരീരം ഏതാണോ അതിനെനിക്ക് ആത്മാവ് ഏതാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ദേഹേ ദേഹിനം അവ്യയം. അതാണ് നമ്മൾ കൃഷ്ണാബോധത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാകാൻ തുടങ്ങുന്നത്. അതിന് മുമ്പ് നമുക്ക് മനസ്സിലാകും എല്ലാം നമ്മൾ ശരീരമാണെന്ന് വിചാരിക്കുന്നത്. ആൾക്കാരെല്ലാം അങ്ങനെയാണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ അതെല്ലാം വളരെ വ്യക്തമാക്കി. ഇന്ദ്രിയാണി പരന്യാഹു ഇന്ദ്രിയേപ്പ പരം മനഃ മനസ്സസ്തു പരോ ബുദ്ധി ബുദ്ധി പരസസ്തു. ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയം. നോക്ക്, എത്ര വലിയ സുന്ദരമായ ശരീരം ഉണ്ടായാലും കണ്ണും കാതും ഇല്ലെങ്കിലോ ഇനി യൂസ്. പക്ഷെ ഒരു കാലോ കയ്യോ ഇല്ലെങ്കിലും കണ്ണും കാതും ഉണ്ടെങ്കിൽ അതാണ് ഇന്ദ്രിയാണി പരന്യാഹു ഇന്ദ്രിയേപ്യ പരം മനഃ മനസ്സസ്തു പരോ ബുദ്ധി. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്താണ് മനോധൈര്യം. മനോധൈര്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി, ഇന്റലിജൻസ്, പരോ ബുദ്ധി. ഇല്ലേ, നമ്മളൊരു കമ്പനി ചെന്ന് കഴിഞ്ഞാൽ ആർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടും? പ്രൊഫഷണലായി അല്ലേ? ഇതാണ് ഇപ്പോഴും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് തന്നെ. ഇതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മളത് അനലൈസ് നമ്മൾ മനസ്സിലാകാത്തത് പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധ സത്വ അവസ്ഥയിലേക്ക് വരണം. ഈ ത്രിഗുണങ്ങളുടെ എന്താണ് ഈ പറഞ്ഞ ബന്ധനങ്ങളിൽ നിന്നും അതിനെ ഉപരിയായി നാം പറഞ്ഞു അങ്ങനെ എറ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ എറ്റേണൽ എക്സിസ്റ്റൻസ്, എറ്റേണൽ നോളജ്, എറ്റേണൽ ഹാപ്പി, ആ ഇതിലേക്ക് നമ്മൾ ഉയരുക. There is a place for existence, permanent existence is there, and there is a permanent knowledge also there, and also permanent eternal happiness also there. ഇതെല്ലാം എവിടെ ഉണ്ട്? ഭഗവാന്റെ സ്പിരിച്വൽ വേൾഡിൽ ഇറ്റ് ഈസ് there. അപ്പം നമ്മൾ ഭൗതിക ലോകത്തിൽ ഇരുന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അപ്പം അത് നമുക്ക് കാട്ടിത്തരുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു രാധാഭാവത്തിൽ ചൈതന്യ ചരിതാമൃതത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ ലീലകളെല്ലാം ഇത് നമുക്കത് പ്രകടമാണ്. അപ്പം അതാണ് രാമാനന്ദറായുടെ നമുക്ക് നിങ്ങൾ കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ നോക്കുക. രാമാനന്ദറായ രാധാറാണിയെ പറ്റിയൊക്കെ പറയുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വരുന്ന ആ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. എന്നാലേ നമുക്ക് ചൈതന്യ ചരിതാമൃതം എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം ഇത് ടോപ്പ് മോസ്റ്റ് ലിറ്ററേച്ചറാണ്. ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമേ ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതാണ് ഇതിൻ്റെ രാധാറാണിയുടെ അതാണ് എന്ന് പറഞ്ഞത്. എന്താണ് ഭഗവാന്റെ എന്താണ് സദ്ഗുണങ്ങളുടെ ഖനിയാണ്. ഇപ്പോൾ മൈൻ ഭഗവാന്റെ ഗുണങ്ങളുടെ ഖനിയാണ് ആ രാധാറാണി.
അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ. ഒരു വൺ ഓഫ് ദി റീസൺ അതാണ് പറഞ്ഞത്. 3 റീസണിൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദി റീസൺ. സോ ദാറ്റ് ഈസ് വൈ ടുക്ക് ദ ഫോം ഓഫ് രാധാറാണി ആൻഡ് ഈ എൻജോയ് ദാറ്റ് ഭാവ. അപ്പൊ അതാണ് ശ്ലോകം 20. തയോ അഭി ഉപയോ മധ്യേ രാധിക സർവതാ അധിക മഹാഭാവസ്വരൂപേയം ഗുണാരതി വരീയസി. ഈ 2 ഗോപികമാരിൽ രാധാറാണിയും ചന്ദ്രാവതിയും ശ്രീമതി രാധാറാണി എല്ലാവരെയും ശ്രേഷ്ഠയാണ്. മഹാഭാവത്തിന്റെ സ്വരൂപമായ അവൾ സദ്ഗുണത്തിൽ മറ്റെല്ലാവരെയും അതിക്രമിച്ചു. അതാണ് എന്തുകൊണ്ടാണ് രാധാറാണി ഇതിന്റെ എല്ലാം ഈ ഗുണങ്ങളുടെ എല്ലാം എന്താണ് ഗുണങ്ങളിൽ മറ്റവരെ എല്ലാവരെക്കാൾ സർവശ്രേഷ്ഠമാണ് രാധാറാണിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിലെ രാധാറാണി ചന്ദ്രാവലി എന്ന് പറയുന്നത്. ആ പരിവാസികളിൽ ഈ എന്താണ് നമ്മൾ പറയുന്നത്, ഗോപികമാരിൽ ഒരു 2 പേരാണ് സർവശ്രേഷ്ഠം. ഭഗവാന്റെ കൂടുതൽ ലീലകളും രാസലീലയും ഒക്കെ ഗുരുവായിട്ട് ചെയ്തത് എന്താണ്? അവരുടെ രൂപവിസ്താരങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തത് എന്താണ്? കാരണം രാധാറാണിയാണ് ഇതിന്റെ പരമകാഷ്ട എന്ന് പറയുന്നത്. സമയമായതോ. ഹരേ കൃഷ്ണ. ഞാനിവിടെ ബന്ധം വരികയാണ്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി. നല്ല നന്നായിരുന്നു പ്രഭു. നന്ദി പ്രഭുജി. അത് നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞതാ, നമ്മൾ ആ രീതിയിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതൊക്കെ നമ്മുടെ എല്ലാ ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളത് ഉൾക്കൊള്ളുമ്പോൾ നമുക്കത് കൂടുതൽ ആസ്വാദ്യമായിട്ട് തോന്നും. അതാണ് ആഹ്ലാദശക്തി. അപ്പം നമ്മുടെ എല്ലാം ഗുരുവിന്റെ കാരുണ്യമാണ്. നമുക്കും ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞോട്ട് നേരത്തെ ലെവലിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഗുരുവിന്റെ കൃപയാണ്. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. താങ്ക് യു. നന്ദി പ്രഭുജി. എല്ലാ ആഴ്ചയും ദയവായി പ്രഭു മുന്നോട്ട് വരണം പ്രഭു. നല്ല ക്ലാസ്. നന്നായിട്ട് സ്വാഗതം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവർക്കും ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ ശുഭദിനമുണ്ട്. ഹരേ കൃഷ്ണ. ബോധമാർന്ന ജനത്തിന് ഞങ്ങൾ